ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങള് കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ട്രിപ്പല്ല, ഒരു എഡ്യൂക്കേഷണൽ ട്രിപ്പ്. അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് ഉറപ്പിട്ട് ഞങ്ങൾ കോളേജ് ബസ്സിൽ യാത്ര തുടങ്ങി. ആദ്യം നമ്മൾ പോകുന്നത് ഒരു പൗൾട്രി ഫാമിലേക്കാണ്. മലയാളത്തിൽ പറഞ്ഞ ഒരു വലിയ കോഴി ഫാമിലേക്ക്. അങ്ങനത്തെ വെറും കോഴി ഫാം ഒന്നുമല്ല, ഒരു എൻവയോൺമെന്റലി കൺട്രോൾഡ് ആയിട്ടുള്ള പൗൾട്രി ഫാമിലേക്കാണ് ഞങ്ങൾ പോയത്. അയ്യേ, കോഴി ഫാമിലേക്കൊക്കെ ആരെയും ട്രിപ്പ് പോകും തോന്നുന്നുണ്ടോ? പക്ഷെ ഞങ്ങൾ പോകും ഗൈസ്. അങ്ങനെ ഒരു ഫാം നിറച്ച് കോയിനെയും പ്രതീക്ഷിച്ച് പോയാൽ ഞങ്ങൾ ഒറ്റ കോയിനെ പോലും കണ്ടില്ല. അവിടേക്ക് പുതിയതായിട്ട് വരാനിരുന്ന കോഴിക്കുട്ടീന്റെ ബാച്ച് ഇതുവരെ വന്നില്ല. അതുകൊണ്ടാണ് ഒറ്റ ദിനം കാണാൻ പറ്റാൻ. എങ്ങനെയാണ് ഈ ഫാം വർക്ക് ചെയ്യുന്നത്, അതിന്റെ കോസ്റ്റ്, ലാഭം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരാൾ വിശദീകരിച്ചു തന്നു. അങ്ങനെ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുക. പിന്നെ എവിടെയും പോകാറിങ്ങിയ നല്ല വിശപ്പായതുകൊണ്ട് ഞങ്ങൾ ഒരു ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചാണ് പോകുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. അപ്പൊ പിന്നെ വേഗം കോട്ടൊക്കെ ഇട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്ന സ്ഥലം എന്താന്ന് വെച്ചാല് കർണാടക മിൽക്ക് ഫെഡറേഷന്റെ ഒരു കാറ്റിൽ ഫീഡ് പ്ലാന്റിലേക്ക്. അതായത് ഈ പശുവിനും പോത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫീഡ് പ്രോസസ് ചെയ്യുന്ന ഒരു സ്ഥലം. നമ്മളെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ ഇവിടുന്നാണ് ഫീഡ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആദ്യം ഞങ്ങൾ കയറിയത് ഫീഡ് ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറിയിലേക്ക്. ഇവിടുന്ന് മുതൽ ഫുൾ ടൈം ഞങ്ങളെ കൂടെ ഒരാളുണ്ടായിരുന്നു. അയാൾ ഈ ലാബിന്റെ ഉള്ളിലുള്ള പലതരം ഫീഡ് ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നെടുത്ത് അതിനെപ്പറ്റി വിശദീകരിച്ചു തന്നു. പിന്നെ അയാൾ അടുത്തത് പോയത് ഫീഡിലേക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽ സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ സ്റ്റോർ റൂമിലേക്കാണ്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും നല്ല വലിപ്പമുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടുന്ന് എത്ര ഫീഡാണ് ഓരോ ദിവസം ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ കാര്യവും സമയം എടുത്ത് നമുക്ക് നല്ലോണം വിശദീകരിച്ചു തന്നു. പിന്നെ ഓരോ പൊട്ട ഡൗട്ട്സ് ചോദിക്കുമ്പോൾ പോലും ഒരു മടിയില്ലാണ്ട് അതെല്ലാം പിന്നെയും പറഞ്ഞു തന്നു. അങ്ങനെ ഈ വലിയ യൂണിറ്റ് മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ലോണം വിശന്നു. പിന്നെ ഫുഡ് സെറ്റായി എന്ന് കേട്ടപ്പോൾ തന്നെ ഓടിപ്പോയി അവിടുത്തെ ക്യാൻറ്റീന്ന് ഫുഡ് വാങ്ങി കഴിക്കാൻ തുടങ്ങി. ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നല്ലതായിരുന്നു. അങ്ങനെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നേരെ കോളേജിലേക്ക് വിചാരിച്ച് കടന്നുറങ്ങിയതായിരുന്നു. അന്ന് അടുത്ത സ്ഥലത്തിന് പറഞ്ഞ് വിളിച്ചത്. ഇത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമല്ല, പിന്നെ എന്തായാലും ഒരു സ്ഥലത്ത് പോയതല്ലേ, അടുത്ത ഫേമസ് ആയ സ്ഥലത്തൊക്കെ ഒന്ന് കയറാന്ന് വിചാരിച്ച് കയറിയത്. പക്ഷെ ഇതെന്താ സംഭവം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മ്യൂസിയം പോലെ ഉണ്ട്, പക്ഷെ അകത്ത് കയറിയ ഒരു ആശ്രമം പോലെ ഉണ്ട്. അവിടുന്ന് പിന്നെ ഉള്ളിലേക്ക് കയറിയ റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ട്. പിന്നെ ആൾ അതിന്റെ ഉള്ളിൽ ഒരു കുതിരേനെയും കണ്ട്. കുറച്ചു നേരം അതിന്റെ അടുത്ത് നിന്ന് അതിനെ കെട്ടിക്കില്ല എന്ന് മനസ്സിലായി ഞങ്ങൾ അവിടെ നിന്ന് മെല്ലാം സ്കൂട്ടായി. പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും സ്ഥലം കൊള്ളും, ഒരു രസമൊക്കെ ഉണ്ട് കാണാൻ. പിന്നെ അതിന്റെ ഉള്ളിൽ പൈസ കൊടുത്ത് കയറുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ ആടെ ഞങ്ങൾ കയറിയില്ല. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് തിരിഞ്ഞു കളിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എന്നാ ശരി, ബൈ.